അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വിഷയം, സുഹൃത്തുക്കളെ നമുക്ക് പല സ്ഥലത്ത് വെച്ചും പുതുതായ സുഹൃത്തുക്കളെ കിട്ടും. പുതുതായ സുഹൃത്തുക്കളെ കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ വേഷഭൂഷാദികളിൽ വ്യാപൃതരായി അവരാകൃഷ്ടരായി അവർ നമ്മളെ ഫോളോ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരും. അവർ ബുദ്ധിമാന്മാരാണെങ്കിൽ ഇദ്ദേഹം സാമ്പത്തികമുള്ള ആളാണോ ഇല്ലാത്തയാളാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഉള്ള ഒരുപാട് പഴുതുകളും സമീപനങ്ങളൊക്കെ നമ്മളോട് അവർ കാഴ്ചയിൽ ഉണ്ടാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ചില കൂട്ടുകാർ കൂടെ നിൽക്കുകയും കൂട്ടുകൂടി വളരെ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ അവർ നമ്മളെ പറ്റിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥയിലേക്ക് തന്നെ നമ്മൾ മാറുകയും ചെയ്യുന്നൊരു സാഹചര്യം പലപ്പോഴും പല സ്ഥലങ്ങളിലും പല ആൾക്കാരിലും അത് കാണാറുണ്ട്. കൂടെ കൂടുന്ന കൂട്ടുകാർ ഭയങ്കര പെർഫെക്റ്റായി അതിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടുണ്ടാകും. നമ്മളെ വായിൽ നിന്നെങ്ങാനും ഏതെങ്കിലും ഒരു തെറ്റ് വന്നാൽ അത് തിരുത്തുന്നവരായിരിക്കും. ആ ഒരു തെറ്റുകൊണ്ട് മറ്റുള്ള എത്ര തെറ്റുകളുണ്ടെന്ന് പിന്നെ അവർ അതിനെക്കുറിച്ച് മാത്രം ശ്രദ്ധിച്ച് നടക്കുന്നവരാകും. അവർ പലതും നമ്മളെ മുമ്പിലേക്ക് ഇട്ട് തന്നിട്ട് അവർ മിണ്ടാതിരിക്കുന്ന അവസ്ഥയിലാകും. ഇങ്ങനെയൊക്കെയുള്ള ചില കൂട്ടുകാർ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ വഞ്ചകന്മാരാണ്, അവർ ചതിയന്മാരാണ്. അവരിൽ നിന്ന് ഒരിക്കലും അടുക്കാനോ അവരോട് ഒരിക്കലും കൂട്ടുകൂടി നടക്കാനോ പാടില്ല. അവർ പറയുന്നൊരു വാക്കുകളിലും ചതുവുണ്ട്. കാരണം നീ സാധുവാണ് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ നിന്നെ ചതിക്കുന്നത്. എങ്കിൽ അവർ ചിലപ്പോൾ സമൂഹത്തിൽ പേരുള്ളവരായിരിക്കും, വേറെ ആരെയും ഇന്ന് വരെയും ഒന്നും ചീറ്റിങ് ചെയ്യാത്തവരായിരിക്കും. പക്ഷേ അവർക്ക് ഒരാളെ ചീറ്റിങ് ചെയ്താൽ കുറേ കാലമെങ്കിലും അയാളെ കൊണ്ട് ജീവിക്കാം എന്ന് തോന്നുന്നവരായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങൾ ആരെങ്കിലുമായിട്ട് കൂട്ടുകെട്ടിയിട്ടുണ്ടോ? എങ്കിൽ ശ്രദ്ധിക്കുക, കൂട്ടുകെട്ടരുത്. നിങ്ങളുടെ ജീവിതങ്ങൾ വല്ലാത്ത അവസ്ഥയിൽ, വികൃതമായ അവസ്ഥയിലായി പോകും. നിങ്ങൾ ആരുമല്ലാതെ ആക്കിക്കളയാൻ വേണ്ടിയുള്ള പരിശ്രമവും ശ്രമവുമാണ് ഈ പിശാചുക്കൾ നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശുദ്ധ ഖുർആനിൽ, ഇങ്ങനെയുള്ളവരിൽ നിന്ന് രക്ഷപ്പെടാൻ ആദ്യമായിട്ടൊരു സുഹൃത്തിനെ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന വിശുദ്ധമായ ഖുർആനായത്ത് ഓതിയിട്ട് മാത്രമേ നമ്മൾ അവരെ കൂടെ സഹകരിക്കാവൂ. സൂറത്ത് നാസ് സുഹൃത്തുക്കളെ കാണുമ്പോൾ അതിലും ജിന്നോ പിശാചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പം അവരെ അങ്ങനെയുള്ളവരെ സമീപിക്കുമ്പോൾ നമ്മൾ സൂറത്ത് നാസ് ഓതിയിട്ട് അവരോട് സഹകരിക്കാവൂ. നല്ല കോലത്തിലായിരിക്കും വരുന്നത്. നമ്മളെ മൈൻഡൊക്കെ അളന്ന് നമ്മളെ മോശക്കാരാക്കി കളയുന്ന ഒരു സുഹൃത്തിന് നമുക്ക് ആവശ്യമില്ല. അഹങ്കാരികളായ ആര് നിങ്ങളോട് മിണ്ടിയില്ലയോ നിങ്ങൾ അവരോട് മിണ്ടാൻ പോകേണ്ട കാര്യമില്ല. പക്ഷേ ആരോട് നിങ്ങൾ സഹകരിച്ചോ, സഹകരിക്കുന്ന സമയത്ത് ഈ വിശുദ്ധ ഖുർആൻ ഇത് നിങ്ങൾ ഓദിക്കോ. സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പന്തികേടായി തോന്നുമ്പോൾ, സുഹൃത്തുക്കൾ ഇത് നല്ല സുഹൃത്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇവനോട് കൂട്ടുകൂടണമോ വേണ്ടേ എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് 3 പ്രാവശ്യം ഇത് ഓതുക. ഇത് ഓതിക്കഴിഞ്ഞാൽ സൂറത്തുൻ നാസ് ഓതിയാൽ ആ സുഹൃത്ത് ആരാണ് എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും. ആ നിയ്യത്തിൽ ഓതിയാൽ മതി. അവിടെ ഒരു 3 പ്രാവശ്യം മിനൽ ജിന്നത്തി വന്നാസ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. മിനൽ ജിന്നത്തി വന്നാസ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദുർമന്ത്രം നടത്തുന്നവൻ, അവരിൽ നിന്നും നീ ശരണം തരയണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവരിൽ നിന്ന് നീ മോചനം നൽകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് കൂട്ടുകൂടുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മുറുകെ പിടിച്ചോ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കൂട്ടുകാരുടെ ചതിയിൽ നിന്നും, കൂട്ടുകൂടുന്നവന്മാരുടെ ചതിയിൽ നിന്നും, അവരുണ്ടാക്കി വയ്ക്കുന്ന വിപത്തിൽ നിന്നുമൊക്കെ നമുക്കൊരു തിരിച്ചറിവുണ്ടാകും. കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നാം എവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദുആഇ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.